ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും എന്തും വെട്ടിപ്പിടിക്കുക എന്നതാണ് ഇന്ന് ലോകത്തിൻ്റെ ഒരു സ്വഭാവം. അതേസമയം എന്ത് നേടി എന്നതിലല്ല, എന്ത് നൽകി എന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് കരുതുന്ന രണ്ട് ഡോക്ടർമാരാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങൾക്ക് കൈത്താങ്ങായി സേവനപാതയിലും ജീവിതത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഡോക്ടർ സഞ്ജീവും ഡോക്ടർ അജിതയും. ഡോക്ടർ, നമ്മുടെ കേട്ടിട്ടുള്ളൊരു പ്രശസ്തമായൊരു ഗീതമുണ്ട്. അതിൽ പറയുന്നത് ശപഥം അതു ചെയ്യാനെളുപ്പം പൂർത്തിയാക്കുവത് എത്ര കഠിനം എന്നുള്ളതാണ്. അതായത് ആദ്യം സേവനം ചെയ്യണമെന്ന് തീരുമാനിക്കാനും അതിലേക്ക് ഇറങ്ങാനുമൊക്കെ കുറച്ച് എളുപ്പമുണ്ടാകും, പക്ഷേ അത് തുടർന്നു കൊണ്ടുപോകൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഒരേ മനസ്സോടെ ഈ ഒരു സേവനത്തിലേക്ക് എത്താൻ കഴിഞ്ഞ പ്രചോദനം എങ്ങനെയായിരുന്നു? പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വഴിത്തിരിവായ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. മറ്റേ വിവേകാനന്ദ സ്വാമിയുടെ കഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകം വായിച്ചിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് ഈ വഴിക്കൊരു ജീവിതം സാധ്യമാണ് എന്നുള്ളത് മനസ്സിലായത്. കാരണം അതുവരെ പഠനകാലത്ത് എൻ്റെ ഫസ്റ്റ് MBBS പഠിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡോക്ടർ, വലിയ ഡോക്ടറാവണം എന്നൊക്കെ ആഗ്രഹിച്ച് അന്നത്തെ എൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടായിരുന്നു എന്നറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഉള്ളിൽ പഠിച്ചിട്ട് വലിയ ഡോക്ടറായി. എൻ്റെ അമ്മാവനൊക്കെ ഇംഗ്ലണ്ടിലാണ്, അപ്പോൾ അവിടെ എത്തും, അവിടുന്ന് ചിലപ്പോൾ അമേരിക്കയിലേക്ക് പോവും, കുറേ പൈസ ഒക്കെ ഉണ്ടാക്കി വലിയൊരു ആ ഒരു സ്വപ്നലോകമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എൻ്റെ ഉള്ളിലും ചിലപ്പോൾ ഉണ്ടായി കാണാം ആ സമയത്ത്. പക്ഷേ എൻ്റെ ആദ്യ വർഷം MBBSൻ്റെ പഠനത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞ സമയം റിസൾട്ടൊക്കെ വന്നു, നന്നായി പാസ്സൊക്കെ ആയി, വലിയ ബഹുമതികളോടുകൂടി പാസ്സായ സമയമാണ്. ആ സമയത്താണ് അയൽവക്കത്തൊരു വീട്ടിൽ നിന്ന് ഒരാൾ പുസ്തകം വിൽക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അത് വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ്റെ സാഹിത്യമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നോട് പറഞ്ഞു, കുറേ വലിയ വലിയ ബുക്കാണ്, അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തന്നാൽ ഞാനത് വായിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമികളുടെ ഫ്രം കൊളംബോ ടു അൽമോറ എന്നുള്ള ഒരു പുസ്തകം തന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു കേട്ടു അതാണ് വിവേകാനന്ദ സ്വാമിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകം എന്ന് പറയേണ്ടത് അതാണ്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് തന്നത്. അത് ഞാൻ 1-2 ദിവസം 3 ദിവസം കൊണ്ട് വായിച്ച് തീർത്തു. അപ്പോൾ വായിച്ച് തീർത്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ജീവിതം, ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം സാധാരണ ഒരു ജീവിതത്തിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോവും, അങ്ങനത്തെ ഒരു സംസ്കാരം അല്ലാതെ അതിലും അപ്പുറമൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് കിട്ടിയ സമയത്താണ് ഇതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് വേറൊരു രീതിയിൽ ജീവിക്കാം എന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഉള്ളിൽ നിന്നൊരു പ്രചോദനമായിരുന്നു ഈ വഴിക്ക് നമുക്ക് എങ്ങനെ നീങ്ങാം. അപ്പോൾ അതിനെ പറ്റി ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരായിട്ട് സഹവസിക്കുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിലാണ് എൻ്റെ പോക്കുണ്ടായിരുന്നത്. അന്നാണ് രാമൻ ഡോക്ടറായിട്ട് പരിചയപ്പെടാൻ സാധിച്ചത്. രാമൻ ഡോക്ടർ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യായിരുന്നു, ഡെർമറ്റോളജി സ്കിൻ വിഭാഗത്തിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് എന്നോട് ആൾക്കാരിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ഡോക്ടറുണ്ട്. ഞാൻ അന്ന് കണ്ടിട്ടില്ല അദ്ദേഹത്തെ, കാരണം ഞാൻ സ്കിൻ വിഭാഗത്തേക്ക് അന്ന് ചെന്നിട്ടില്ല, അതിൻ്റെ മുമ്പെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, അതിലെന്തോ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കഴിയില്ല. എല്ലാ ഡോക്ടർമാരും പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടും അദ്ദേഹം രോഗികളോട് പെരുമാറുന്ന രീതിയും ഒക്കെ വളരെ വ്യത്യാസമാണെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു ആത്മീയ ജീവിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് രാമൻ ഡോക്ടറെ പരിചയപ്പെടാൻ സാഹചര്യം. ഞാൻ ചെന്നിട്ട് പരിചയപ്പെടുക ചെയ്ത്. അപ്പോൾ ഡോക്ടർ വലിയ സ്നേഹത്തോടു കൂടി ഇരുത്തി എന്തിനാണ് വന്നത്, എന്താ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ കാലം എന്നെ കൈപ്പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ തന്നെയാണ് അമ്മയുടെ അടുത്ത്, അമൃതാനന്ദമയി അമ്മയുടെ അടുത്തും പരിചയപ്പെടുത്തിയത്. അമൃതാനന്ദമയി അമ്മയെ ആദ്യമായിട്ട് രണ്ടാമത്തെ തവണ ആദ്യമായിട്ട് ഇതിൽ പോയിരുന്നു, ഭജനയ്ക്കൊക്കെ പോയിരുന്നു. രണ്ടാമത്തെ തവണ അമ്മ അവിടെ ബ്രഹ്മസ്ഥാന ഉത്സവത്തിന് വന്ന സമയത്ത്
രാമൻ സാർ എന്നെ കൂട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു നമുക്ക് അമ്മയെ കാണാം എന്ന് പറഞ്ഞ് കൂട്ടിപ്പോയി. എന്നിട്ട് അമ്മ അവിടെ ഭജനയ്ക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കുറേ പേരിങ്ങനെ കാത്തു നിൽക്കും അമ്മയൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെയും പിടിച്ച് അവിടെ നിർത്തി. സാറും ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. അപ്പോൾ അമ്മ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് രാമൻ സാറിനെ കണ്ട സമയത്ത് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു ഡോക്ടറോ എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ രാമൻ സാർ എന്നെ മുമ്പിൽ പിടിച്ചിരുത്തി നിർത്തി. എന്നിട്ട് പറഞ്ഞു അമ്മേ ഡോക്ടർ വിഭാഗത്തിന് പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നെഞ്ചത്ത് കൈ വെച്ചു. എന്നിട്ട് പറഞ്ഞു മോനെ ജീവിതം സേവനത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാക്ക്, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിച്ചിട്ടില്ല, കാരണം കുട്ടിയാണ്, ഇതൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ ആ വാക്ക് വളരെ ഇതായിരുന്നു. മോനെ സേവനം ചെയ്യണം എന്നൊന്നല്ല പറഞ്ഞാൽ ജീവിതം സേവനത്തിനാണ് എന്നുള്ളൊരു വാക്കായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുത്തതായിരിക്കാം നമുക്ക് ഈ ഒരു വഴിക്ക് സഞ്ചരിക്കാനും. ഇതിൽ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട്. പിന്നെ നാട്ടുകാരുടെ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള വിഷമങ്ങൾ ഉണ്ടാവും. കൂടാതെ അറിയാമല്ലോ, ലോകം മുഴുവനെ പറയും ഇവരെന്താ ഇത് ചെയ്യുന്നത്, ഇവർക്ക് വേറെ പണിയില്ലേ, കാശുണ്ടാക്കിക്കൂടെ, പല രീതിയിലും നമ്മുടെ ഒരു കാറ് പോലും ഇല്ല, സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നവരുണ്ടാവും, പരിഹസിക്കുന്നവരുണ്ടാവും, നമ്മളെ ഉപദേശിക്കുന്നവർ ധാരാളം ഉണ്ടാവും. പക്ഷേ അതിലൊന്നും നമുക്ക്, കാരണം നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു പ്രചോദനം അത്രയ്ക്ക് തീവ്രമാവുമ്പോൾ നമുക്ക് തോന്നില്ല. അപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ഭാഗ്യമാണ്. കാരണം ഇപ്പോൾ 20 വർഷമായി ഇതുവരെ അതുകൊണ്ടൊരു വിഷമം നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ജീവിതത്തിലൊരു നഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഉണ്ടെങ്കിലും അതിൻ്റെ സൗഭാഗ്യങ്ങൾ മാത്രമേ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഡോക്ടർ, 2 സാഹചര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സേവനത്തിൻ്റെ പാതയിൽ ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനം അത് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഉണ്ടായത്? അതായത് 2 രീതിയിൽ 2 സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്, 2 പേരും ഡോക്ടർമാരാണ് എന്നുള്ളത് മാത്രമാണുള്ളത്. പക്ഷേ ഈ സേവനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുമ്പോൾ ഒരാളുടെ ഇത് ചിന്ത തന്നെ മറ്റേയാൾക്കും വരിക, അതെങ്ങനെ സാധ്യമായി? അപ്പം അത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് നാട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുസ്തകം വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം അന്ന് മുതലേ ഉണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷെ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല, ആ പ്രായമല്ലേ. പിന്നെ പറഞ്ഞു തരാനും ആരുമില്ല, ആരോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഏതോ സമയത്തോ ദിവസമോ ഒന്നും ഓർക്കണില്ല, അപ്പോൾ ഗ്രാമങ്ങളിൽ പോയി സേവനം ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു. അതിന് മഹാത്മാഗാന്ധിയുടെ ഇതെല്ലാം കേട്ടിട്ടാണോ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ചിന്ത വന്ന സമയത്ത് അതിനുള്ള വഴി എന്താണെന്നായിരുന്നു പിന്നത്തെ ചിന്ത. അപ്പോൾ തോന്നി അപ്പം ഞാൻ ഡോക്ടറായാൽ മതി. അപ്പോൾ ഡോക്ടറായി കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. ബാക്കി ഇപ്പം രാജ്യത്തിന് വേണ്ടി മരിക്കാനൊന്നും നമുക്കുള്ള കഴിവൊന്നും നമുക്കില്ല. അപ്പോൾ അത്യാവശ്യം എങ്ങനെയെങ്കിലും ചെയ്യാമെന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ അങ്ങനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പഠനം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് MBBS കഴിഞ്ഞപ്പോഴും കുറേ സ്ഥലത്തൊക്കെ ജോയിൻ ചെയ്തു, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ. അവിടെയൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഉള്ളിലൊരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് രാജഗോപാൽ സാറ് പത്മശ്രീ കിട്ടിയ ഡോക്ടർ രാജഗോപാൽ സാറിൻ്റെ. അപ്പോൾ സാറ് ചോദിച്ചു, ഇങ്ങനെ നമ്മൾ പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നുണ്ട്, വരാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങനെ ഇരുന്നതിൽ ഒരുമിച്ച് പോകാനും എന്നുള്ളത് തീരുമാനിച്ചത് അവിടെ നിന്നായിരുന്നു. അവിടെ നിന്നായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് പോയല്ലോ, അപ്പോൾ അതിനുശേഷമല്ലേ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്? അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. കുറച്ച് കാലം അവിടെ നിന്നിട്ടുള്ളൂ. വേണമെങ്കിൽ കൂടുതലൊക്കെ നിൽക്കായിരുന്നു, പക്ഷേ അതിനുള്ളൊരു താല്പര്യം പോകുമ്പോഴും ഇല്ല, അവിടെ നിന്നപ്പോഴും ഇല്ല. ഇംഗ്ലണ്ട് അധികം പിടിച്ച് നിർത്തിയില്ല, ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരണം. കാരണം ഇവിടുന്ന് ആൾക്കാർ കാണുന്ന ഇംഗ്ലണ്ടല്ല ഞങ്ങൾ കണ്ടത്. കാരണം ഞങ്ങൾ രോഗികളെ കണ്ടു. ഞങ്ങൾ അന്ന് പാലിയേറ്റീവ് കെയറിലായിരുന്നു. അപ്പോൾ ഈ കിടപ്പിലായിട്ടുള്ള രോഗികളെ കണ്ടു. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ അവിടെ കണ്ട സമയത്താണ് ഈ നമ്മളുടെ നാട്ടിൽ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്, സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ അഭാവം അവിടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കാണുന്ന അവരുടെ പുറം പൂച്ചും അവരുടെ പത്രാസും ഒക്കെ കണ്ട്, തൊലിയുടെ വെളുപ്പും കണ്ടിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ കാറും അതും ഇതൊക്കെ കണ്ടിട്ടാണ് എടുത്ത് ചാടുന്നത്. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ ഉള്ളിൽ ഈ ഒരു അഭാവം ശരിക്കും ഉണ്ട്. അവർക്ക് സ്നേഹം എന്താണെന്ന് അവർ അറിയണില്ല.
അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് ഉള്ള സമയത്ത് പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ വലിയൊരു കൗതുകമാണ് അവർക്ക്. ആൾക്കാർ തമ്മിൽ ഭാര്യയും ഭർത്താവും ഇത്രയും കാലം ഒന്നിച്ചിരിക്കുമോ എന്നുള്ളത് വരെ അവർക്കൊരു കൗതുകമാണ്. 35 വർഷമായിട്ട് ഒന്നിച്ച്, അയ്യോ അതെങ്ങനെ സാധിക്കുകയെന്ന്. അപ്പോൾ സ്നേഹം അവർക്ക് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടെ പാലിയേറ്റീവ് കെയറിൽ ജോലി എടുക്കുന്ന സമയത്ത് അവിടെ ഈ വെസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു, നേഴ്സായിരുന്നു അവർ. അവിടെ ഒബ്സർവറായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു രോഗി, അവിടെ ഈ ക്യാൻസർ രോഗികളായിരുന്നു നോക്കുന്നത്. ഒരു രോഗി, ഒരു വയസ്സായ ഒരു അമ്മയാണ്. അപ്പോൾ അമ്മ അവിടെ വന്നു. അപ്പോൾ അമ്മയെ കാണിക്കാനാണ് വന്നത്. അപ്പോൾ അന്നൊന്നും സൗകര്യമൊക്കെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് സ്ട്രെച്ചറോ എന്തോ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു അതിനെന്താണെന്ന് പറഞ്ഞിട്ട് അവർ 2 കൈ കൊണ്ടും അമ്മയെ എടുത്ത് പൊക്കി ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തി തന്നു. അപ്പോൾ ഈ നേഴ്സ് ഇങ്ങനെ കാണുന്ന സമയത്ത്, ഇന്നത്തെ കാലത്താണെങ്കിൽ പത്രക്കാരൊക്കെ അയ്യോ സ്ട്രെച്ചർ ഉണ്ടായിരുന്നില്ല, അമ്മയെ മകൻ കയ്യിലെടുത്തിട്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. പക്ഷേ അന്നത്തെ കാലത്ത് ആരും അത് വിചാരിച്ചിട്ടുമില്ല. പക്ഷേ ഈ നേഴ്സ് കണ്ട സമയത്ത് പറഞ്ഞു അയ്യോ ഇതെന്താണ് എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ബന്ധം, മനുഷ്യബന്ധം ഞങ്ങളുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കില്ല. അവർക്ക് അത്ഭുതമായി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ സ്വത്വം, നമുക്കുള്ള കാര്യം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലും അവിടുത്തെ ആ ഒരു അനുഭവിക്കുന്ന ആ ഒരു സ്നേഹമില്ലായ്മ, അതിലും എത്രയോ നല്ലതല്ലേ നമ്മളുടെ നാട് എന്ന് വിചാരിച്ചിരുന്നു. ഈ വയനാട്ടിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും 20 വർഷം മുൻപ്, വയനാടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു പിന്നോക്ക ജില്ലയായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ആദിവാസികളുടെയൊക്കെ ഒരു സാഹചര്യങ്ങൾ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ആശുപത്രിയൊക്കെ ഉണ്ടായിരുന്നോ? ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു വന്ന സമയത്തുള്ള പ്രതിസന്ധികളൊക്കെ എന്തൊക്കെയായിരുന്നു? വന്ന സമയത്ത് ഈ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം 2-3 രോഗികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പറഞ്ഞു കേട്ട് ഇപ്പോൾ 200 ചില രോഗികൾ പെർ ഡേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ഡോക്ടേഴ്സ്, പിന്നെ മിനിമം സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ അന്നെല്ലാം. അപ്പം നമ്മൾ അന്നെല്ലാം നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. രോഗികളുടെ എണ്ണം കൂടാൻ തുടങ്ങിയ സമയത്തെല്ലാം നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ എമർജൻസി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങോട്ട് റെഫർ ചെയ്യണമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഇവിടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യും. അപ്പോൾ പിന്നെ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരെ മനസ്സിലാക്കണം, അവർക്ക് നമ്മളെ മനസ്സിലാവണം, അവരുടെ ഭാഷ, അവരുടെ ജീവിതം, പിന്നെ അവരുടെ വ്യക്തിത്വം, അതൊക്കെ വേറെ പശ്ചാത്തലത്തിൽ നിന്നാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ആ ഒരു ഉൾക്കൊള്ളലിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അവരോടുള്ള ഇടപെടൽ നമ്മൾ മനസ്സ് ഓപ്പണാക്കി വെക്കുമ്പോൾ അതങ്ങ് വരുമല്ലോ. മനസ്സ് തുറന്ന്, നമ്മളൊരു മുൻവിധി ഇല്ലാതെ തുറന്ന മനസ്സോടുകൂടി സമീപിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തായിരുന്നു തുടക്കത്തിലുള്ള അനുഭവങ്ങൾ? ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും, രോഗികളൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? അതായത് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുത്തപ്പോൾ? അവർക്ക് സ്നേഹം, അതാണ്. അവർ അന്ന് മുതൽ വന്നിരുന്ന ആളുകൾ, ചെറിയ പ്രായത്തിൽ വന്നിരുന്നവർ വയസ്സായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ഇവിടെ ഒരു കുടുംബം എന്നുള്ള രീതിയിലേക്ക് മാറി. അതെ. ഒക്കെ തുടക്കത്തിൽ കുറച്ചൊരു അകൽച്ച ഉണ്ടാവും. ഞങ്ങളുടെ അനുഭവത്തിൽ ഭയം ഉണ്ടായിരുന്നു. കാരണം ഇത് എന്താണ് ഏതാണ് എന്ന് അവർക്കറിയില്ല. പൊതുവേ നമ്മളുടെ ഇന്നത്തെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതോട് തന്നെ അവർക്കൊരു അകൽച്ച ഉണ്ടായിരുന്നു. ഇന്ന് കുറേ കൂടിയും അവർ കുറച്ചുകൂടിയും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ അവർ കാണാൻ കോളനികളിലൊക്കെ പോകുമ്പോൾ ഓടിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. കണ്ടാൽ തന്നെ ഓടിപ്പോവും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അങ്ങോട്ട് പോകുമായിരുന്നു അല്ലേ കോളനികളിൽ പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറേ കൂടിയും അവർക്ക് തുറന്ന മനസ്സോട് കൂടി, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റം കൊണ്ടായിരിക്കാം അവരെ ആകർഷിക്കാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനമൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ടു. അന്നൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും പല ആൾക്കാരും ഗവൺമെൻറ് സംവിധാനം തൊട്ടടുത്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വരും. അപ്പോൾ അവരുടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ളതും വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തോടുള്ള പെരുമാറ്റം. അവരെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണാതെ അവരോട് സ്നേഹത്തോടും അവരുടെ വ്യക്തിത്വത്തെ ആദരിച്ചും നമ്മൾ പെരുമാറുന്ന സമയത്ത് തന്നെ അവർക്ക് അതിൻ്റെ ഒരു
ഇത് തോന്നും, ഒരു അടുപ്പം തോന്നും. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ചികിത്സ സ്വീകരിക്കാനും അത് ഒരു അവസരമായി മാറുകയാണ്. ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചോദിച്ചല്ലോ. അപ്പോൾ അതിലേറ്റവും ബുദ്ധിമുട്ട് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, വായിക്കാൻ അറിയില്ല. അപ്പം കൊടുക്കുന്ന മരുന്നുകൾ ശരിക്കും കഴിക്കുന്നുണ്ടോ, അത് പറഞ്ഞ രീതിയിലാണോ കഴിക്കുന്നത്, അധികം കഴിച്ചോ കുറഞ്ഞ് കഴിച്ചോ, അന്നുള്ള ടെൻഷനും സ്ട്രെസ്സൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ പറഞ്ഞ സമയത്ത് അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആളുകളുണ്ടാവും, മരുന്ന് മുടങ്ങാൻ പാടില്ലാത്തവരുണ്ടാവും. അവരോട് വരാൻ പറഞ്ഞാൽ അവർ വരില്ല. അപ്പോൾ അവരോട് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയാം അത് വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ വണ്ടിക്കൂലി കൊടുക്കേണ്ടി വരും ആ കൃത്യസമയത്തിന് വരണമെങ്കിൽ. പിന്നെ എമർജൻസി എന്തെങ്കിലും വന്നിട്ട് റെഫർ ചെയ്താൽ അവർ പോവില്ല. അതൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ നല്ല പ്രയാസം തന്നെയായിരുന്നു. എമർജൻസിക്ക് റെഫർ ചെയ്താൽ പോവില്ല, നേരെ വീട്ടിലേക്കെങ്ങും പോകും. നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് എഴുതി കൊടുത്തത് വിട്ടെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നേരെ വീട്ടിലേക്ക് പോകും. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേക്കും നമ്മളറിയാം ചികിത്സ കിട്ടിയില്ല എന്നുള്ളത്. അപ്പം ആ ചികിത്സ സ്വീകരിക്കാനോ ഭയമാണോ എന്താണെന്നറിയില്ല. ആശുപത്രികളിലേക്ക് പോകാൻ അവരുടെ ആ ഒരു ഇൻഹിബിഷൻ ഇപ്പോഴും അതുള്ളവരിപ്പോഴും ഉണ്ട്, കുറേ പേരുണ്ട് അതിൽ. പിന്നെ സ്വന്തം വയസ്സറിയാത്തവരുണ്ട്, സ്വന്തം പേരറിയാത്തവരുണ്ട്. കേട്ട അത്ഭുതം തോന്നും, ഇപ്പോഴും ഉണ്ട്. ഈ 2 പതിറ്റാണ്ടിനിടയിൽ നമ്മുടെ ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ അതൊരു തീരുമാനം എന്നുള്ളതിനപ്പുറം അതൊരു നിയോഗം പോലെ ഏറ്റെടുത്താണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ പിന്നോട്ട് വലിക്കുന്ന സംഭവങ്ങളുണ്ടായേക്കാം, അതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ടായേക്കാം. അങ്ങനെ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടില്ല. ഉറച്ചു നിൽക്കാൻ ആവശ്യമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് വല്ലാതെ സ്ട്രെസ്സ് വരുന്ന സമയത്ത് കുറച്ച് കാലം ഒന്ന് മാറി നിന്നാലോ എന്ന് തോന്നുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ആദിവാസി പെൺകുട്ടി ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് മുന്നിൽ വരാം. അത് കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അതാണ് അവരുടെ ആ മുഖം മനസ്സിൽ വരും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെയപ്പോൾ അവരിട്ടിട്ട് പോകാമെന്ന് തോന്നും. പിന്നെ അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടല്ലോ, നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ചെന്ന് പറയാനൊരു അമ്മ ഉണ്ട്, അമൃതാനന്ദമായ അമ്മ ഉണ്ടല്ലോ. അപ്പോൾ അമ്മയെ ഇടയ്ക്ക് കാണാൻ പോകും. അമ്മ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങളും പറഞ്ഞു തരുന്ന കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ഉറപ്പിച്ച് നിർത്തുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇവരുടെ ഈ സഫറിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും, നമുക്ക് ഭയങ്കര ടെൻഷൻ വരും, ഡിപ്രഷനൊക്കെ വരും. എന്ത് ചെയ്യും, നമ്മൾ നിസ്സഹായരാണ് പല സമയത്തും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അമ്മയുടെ വാക്കുകളും പ്രോത്സാഹനമൊക്കെ തന്നെ നമ്മളവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല പിന്നോക്ക് പോകണം എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ എന്താവുന്ന ഭാവിയെക്കുറിച്ച് അതൊന്നും ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാനുള്ള അവസരവും ഒന്നും വന്നിട്ടില്ല. കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചുരുക്കമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും കുറച്ച് കാശ് വേണം എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടില്ല. വ്യക്തിപരമായി എല്ലാം നടന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് അവിടെ എത്തിച്ചേരും, എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചേരും. അപ്പോൾ ഒന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല, കൈ നീട്ടേണ്ടി വന്നിട്ടില്ല ഒന്നിനും. സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പരിമിതമായ സൗകര്യം വെച്ചിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കുറേ കൂടി നന്നായി നടത്താമായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ പലപ്പോഴും തോന്നും. കുറേ കൂടിയും ചെയ്യാൻ കഴിയായിരുന്നു. ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങളുടെ വ്യക്തിപരമായി പറയാനോ വന്നിട്ട് ഞങ്ങൾ ഇത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രോഗികളെ, ഞങ്ങൾ കാണുന്ന രോഗികളെ അല്ലെങ്കിൽ ഇവിടുത്തെ വനവാസി സമൂഹത്തെ എങ്ങനെ സഹായിക്കും എന്നാണ് എപ്പോഴും ആലോചിക്കുക. അപ്പോൾ അവർ വല്ല പ്രൊജക്റ്റായിട്ടോ മരുന്നായിട്ടോ ചിലർ പൈസ തരാനും തയ്യാറാണ്. അപ്പോൾ ചിലതൊക്കെ ഞങ്ങൾ പറയും വേണ്ട, കാരണം അത് അവരെ സഹായിക്കുന്ന ഒന്നും ആയിരിക്കില്ല, നമ്മളുടെ ചിലപ്പോൾ വഴി തന്നെ മാറിപ്പോകുന്ന വല്ലതുണ്ടോ. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ അപ്പം തന്നെ സ്റ്റോപ്പ് ഇടുന്നു. അവർ കാശ് തരാമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും. നേരെ മറിച്ച് എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് ഈ സമൂഹത്തെ, വനവാസി സമൂഹത്തെ, ഇവിടുത്തെ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് എന്താണെങ്കിലും കൈനീട്ടി സ്വീകരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന രീതിയിൽ പല ഇതുണ്ടായി. പല സമയത്തും മുന്നോട്ട് പോകണം എന്നല്ല, പക്ഷേ മുന്നോട്ടുള്ള വഴികൾ എത്തുന്നില്ല, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച സമയമുണ്ട്. പിന്നെ നമ്മൾ ആരെയും മാറ്റാൻ വന്നതല്ല. നമ്മളിപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ചോദിക്കുകയാണ് നിങ്ങൾ ജോലി കൊണ്ട് അവർ നന്നാവുമെന്ന് ചോദിക്കും.
അപ്പോൾ നമ്മൾ ആരെയും നന്നാക്കാൻ വന്നതല്ല. മോശപ്പെട്ട ആൾക്കാരല്ലേ നമ്മൾ നന്നാക്കണ്ടോ. അവർ മോശം ആൾക്കാരൊന്നുമല്ല, അവരിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് വേറൊരാളെ സഹായിക്കാൻ സാധിക്കും, അവരുടെ കഷ്ടപ്പാടുകളിൽ നമുക്ക് എങ്ങനെ ഒരു താങ്ങായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള ഇതിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. മാറ്റം വന്നിട്ടുണ്ട് അവരുടെ ഇടയിൽ. ഇപ്പോൾ അവരുടെ ഇടയിൽ വിദ്യാഭ്യാസമുള്ളവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം പണിയ സമുദായത്തിൽ നിന്നൊക്കെ പണ്ടൊന്നും ഡിഗ്രി പഠിക്കുന്ന കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷേ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർ മോശമാണെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. എത്രയോ നന്മയുണ്ട് അവർക്ക്. അത് നമ്മൾ അതൊരു വലിയ അനുഭവമാണ്. അത് നമ്മളെ കണ്ണ് തുറപ്പിക്കും. പിന്നെ ഈ 2004 2025 തമ്മിൽ കാലഘട്ടത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അന്ന് ചിലപ്പോൾ ത്യാഗവും സേവനവും ഒക്കെ കുറച്ചുകൂടെ ഒരു വില മതിക്കുന്ന സാഹചര്യമായിരിക്കണം. ഇപ്പോൾ അതൊരു മണ്ടത്തരമായിട്ടൊക്കെ പറയുന്ന കാലഘട്ടം മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മളെ ബാധിക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? അത് നമുക്കുള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്ന ഫിലോസഫിയിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പുറമേ നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ഉറപ്പിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഗുരുക്കന്മാരുണ്ടല്ലോ. അപ്പോൾ അവരുടെ വഴി, അപ്പോൾ നമുക്ക് വെളിച്ചം കാണിച്ചു തരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇരുട്ടിലേക്കാണോ എന്ന് നമുക്ക് സംശയം തോന്നുമ്പോൾ നമുക്ക് അവരെ നോക്കാം. അവർ കാണിച്ചു തന്നൊരു വഴിയുണ്ടല്ലോ. അല്ല, ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും ആ ഒരു പാതയിൽ നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്ന പ്രചോദനമല്ല ഞങ്ങൾ മുമ്പിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും കണ്ടിട്ടോ അയ്യോ ഇയാൾ വലിയ ത്യാഗിയാണെന്നോ വലിയ സേവനം ചെയ്യുന്ന ആളാണെന്നോ അതിൽ നിന്ന് കിട്ടുന്ന ആദരവൊന്നും ഒരിക്കലും ഉള്ളിൽ തട്ടിയിട്ടില്ല. അതൊക്കെ വന്നു പോവും, അത്രയേ ഉള്ളൂ. പക്ഷെ അതിലും കൂടുതൽ ആൾക്കാരായിട്ട് ഇടപഴകുന്ന സമയത്ത് അവരിൽ കിട്ടുന്ന സ്നേഹമാണ്. അപ്പോൾ നമ്മളുടെ ത്യാഗം അവിടെ പ്രതിഫലിക്കുമ്പോൾ അത് സ്നേഹമായിട്ടാണ് നമുക്ക് തിരിച്ച് അനുഭവപ്പെടുക. അപ്പോൾ അതാണ് അന്നും പ്രചോദനം, ഇന്നും പ്രചോദനം. ഇന്നും അതിന് കുറവൊന്നുമില്ല. നമ്മൾ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് തരുന്ന ആ ഒരു സന്തോഷം, അവർ ചിരിച്ച് കാണിക്കുകയോ സന്തോഷം കാണിക്കുകയോ ചെയ്യുന്നത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. മനുഷ്യർക്ക് എന്നും സ്നേഹം ആവശ്യമുണ്ടല്ലോ. അപ്പം നമ്മളുടെ ത്യാഗവും സേവനത്തിൻ്റെയും ആ പ്രതിഫലനം അവിടെ നിന്നാണ് കിട്ടുന്നത്. അതാണ് ഞങ്ങൾക്ക് അന്നും പ്രചോദനം, ഇന്നും പ്രചോദനം. പിന്നെ അമ്മ ഉണ്ട്. അമ്മയുടെ അടുത്ത് പോകുന്ന സമയത്ത് പിന്നെ അമ്മ അതിനനുസരിച്ചിട്ടാണ് എപ്പോഴും പെരുമാറുക. അമ്മയുടെ വാക്കുകൾ ഓരോ തവണ പോകുമ്പോഴും പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, നമുക്ക് ഒന്നുകൂടി നന്നാവണം, ഒന്നുകൂടി മുന്നോട്ട് പോകണം എന്ന് തോന്നാത്തൊക്കെ. നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റ് അദ്ദേഹം സംസാരിച്ചതും അമ്മയെ പരിചയപ്പെടുത്തിയതും ആ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രത്തോളം പ്രചോദനം ഉണ്ടായിട്ടുണ്ട്? പ്രത്യേകിച്ചും ഇവിടെ ഇപ്പോൾ ഇന്ന് തന്നെ ഒരു പ്രോഗ്രാം നടത്തിയതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പല പ്രാവശ്യം കേട്ടു. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യത്തെ അദ്ദേഹം മാറ്റാൻ കഴിഞ്ഞത്? നിങ്ങൾക്ക് ഇത്രയും പ്രചോദനം നൽകാൻ കഴിഞ്ഞു? അത് രാമൻ ഡോക്ടർ നമ്മൾ കൂടുതലപ്പോഴത്തെ കാലം നമ്മൾ കുറച്ച് പുറകോട്ട് ചിന്തിക്കുമ്പോഴാണല്ലോ മനസ്സിലാവുക ഒരു വ്യക്തിത്വം. നമ്മളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് അധികം ആലോചിക്കില്ല. പക്ഷേ പിന്നെ ചിന്തിക്കുമ്പോഴാണ് പലതും നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ രാമൻ സാറ് ഞാൻ ആദ്യം പരിചയപ്പെട്ടത് മുതൽ തന്നെ ആ ഒരു ഇന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു അത്ഭുത വ്യക്തിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു വ്യക്തി സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കാത്തൊരു ഇതാണ്. കാരണം എന്നെ കൈപിടിച്ച് ഈ വഴിക്ക് ഒന്നും പറഞ്ഞിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും അദ്ദേഹം കൊണ്ടുപോയ രീതി അനുസരിച്ചിട്ടുമാണ് നമ്മൾ മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായിരുന്നു എന്ന് എനിക്കറിയാം. അതിനെ മാറ്റിയെടുക്കാൻ ഗുരുക്കന്മാരുടെ ഒരു കഴിവ് എന്ന് നമ്മൾ പറയില്ല, അത് മാറ്റിയെടുക്കാനും ഇതേപോലെ ഒരു വഴിക്ക് കൊണ്ടുപോകാനും അദ്ദേഹം പെട്ടിട്ടുള്ള പാട് എത്രയായിരിക്കും ഇപ്പം ഞാൻ ആലോചിക്കും. കാരണം നമ്മളുടെ പല ഇതും കാണുന്നത് നമ്മളുടെ ഉള്ളിലുള്ളത് നമുക്കല്ലേ അറിയില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടായിരിക്കില്ല. അദ്ദേഹം ഒരു അവധൂതൻ പോലെ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇന്നും ഏറ്റവും വലിയ പ്രചോദനം അതാണ് തോന്നുക. കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പ്രാക്ടീസ് ഉണ്ടായില്ല. ഡോക്ടർമാരൊക്കെ പ്രാക്ടീസ് ചെയ്യും, പക്ഷേ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അല്ലാതെ വേറെ ഒന്നും വാങ്ങിക്കില്ല. എവിടെ പോയാലും ഇപ്പോൾ ഒരു പ്രസംഗത്തിന് പോയാലും ആൾക്കാർ പൈസ കൊടുത്താലും അത് തിരിച്ചു കൊടുക്കും. കാരണം അത് വാങ്ങിക്കില്ല, സ്വീകരിക്കില്ല. അതൊക്കെ ഞങ്ങൾക്കും ഇതാണ്. ഇന്നും
ഞങ്ങളൊരു രോഗിയെ വീട്ടിലൊക്കെ ചെന്നിട്ട് ചിലർ വിളിക്കും, കാണാൻ വേണ്ടിയിട്ട് വിളിക്കും. എന്നിട്ട് അവർ പൈസ തരും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. എന്നിട്ട് പറയും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ഭണ്ഡാരത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സാറേ കണ്ടിട്ട് പഠിച്ചിട്ടുള്ളതാണ്. കാരണം അത് സ്വീകരിക്കില്ല. ഞാൻ കുറേ കാലം ഒന്നിച്ചുണ്ടായിട്ടുണ്ട്, സാറിൻ്റെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ MDക്ക് പഠിക്കുന്ന സമയത്ത് 1 വർഷത്തിലും കൂടുതൽ സാറും ഞാനും ഒരേ റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എന്നെ അന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, കാരണം ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്നിച്ച് വായിക്കാനും കുറേ വീടുകളിൽ കൊണ്ടുപോകാനും കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം. അന്ന് രാവിലെ മുതൽ രാത്രി വരെ ഏകദേശം ജോലി ചെയ്യുന്ന സമയമല്ലാതെ ബാക്കി സമയമൊക്കെ ഒന്നിച്ചായിരുന്നു. അപ്പോൾ അന്ന് പഠിച്ചിട്ടുള്ളതൊന്നും അന്ന് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ആരെങ്കിലും എന്ത് പറയുന്ന സമയത്ത് ഓർക്കുമ്പോൾ അന്ന് രാമൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാമൻ സാർ അന്ന് ഇന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സാറ് പറഞ്ഞ ഓരോ വാക്കും ഓരോ സാഹചര്യവും ഇപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞ കഥകളായിട്ടായിരിക്കും. ഇപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ അറിയാതെ അത് തന്നെ നമ്മൾ പറഞ്ഞേക്കുക. അപ്പോൾ അതൊരു പ്രത്യേക ഇതുപോലത്തെ ഒരു ഓരോരുത്തരുടെയും ജീവിതാനുഭവമാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു വ്യക്തിത്വം അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ എന്നെ മാത്രമല്ല, ഇതുപോലെ എത്രയോ ആൾക്കാരെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്. അവരെ കൈപ്പിടിച്ച് നടത്തിയിട്ടുണ്ട്. അവർക്ക് കുറേ മാറ്റങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിനെങ്ങനെ സാധിച്ചു എന്നുള്ളത് ഇപ്പം എന്നോട് ഇന്ന് പറയാണ് ഇതുപോലെ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സാധിക്കില്ല. അപ്പോൾ സാറിന് അതൊരു പ്രത്യേക ഒരു വ്യക്തിത്വമാണ്. ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. രാമൻ സാർ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയതും ഒക്കെ സാറ് തന്നെയാണ്. അമ്മ ഇപ്പോഴും കാണുന്ന സമയത്ത് രാമു മോൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പറയും. രാമു മോൻ തന്നിട്ടുള്ള മക്കളാണെന്നാണ് പറയുക. ഇപ്പോഴത്തെ ഈ ഡോക്ടർമാർ പൊതുവെ കൂടുതൽ പണം അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ പവർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ അങ്ങനെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ മാറി ചിന്തിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുവാക്കളായിട്ടുള്ള പുതിയ തലമുറയിലേക്ക് വരുന്ന അല്ലെങ്കിൽ പുതിയ തലമുറ ആയിട്ട് ഈ ഒരു സേവന രംഗത്തേക്ക് വരുന്നവരോട് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ രംഗത്തേക്ക് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈ സേവനം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, നമ്മൾ സമൂഹത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ എവിടെ ചെന്നാലും ആൾക്കാർ ടോക്കണൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു സാധാരണ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് റാറ്റ് റേസ് എന്നാണ് പറയുക. ഓടുക, മുന്നോട്ട് ഓടുക. അത് എന്താണെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഒരു എലി മുമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറുക എന്നാണ് അത്ര അതിൻ്റെ സങ്കല്പം. അവർക്ക് ഒരിക്കലും അവിടെ ഇരിക്കാൻ മുകളിൽ കയറണം. അപ്പോൾ ഇയാൾക്ക് പിന്നെയും മുകളിൽ കയറണം. ആ ഒരു ഇതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയും. അത് എല്ലാ ഫീൽഡിലും അതാണ്. ഡോക്ടർമാരുടെ ഇടയിലും അത് തന്നെയാണ്. കാരണം ഞാനൊരു ഡോക്ടറായി ഇനി അടുത്തത് എന്ത് വേണം, ഇത് വേണം. അടുത്തത് എന്താവണം, പ്രൊഫസറാവണം. പ്രൊഫസറായി കഴിഞ്ഞാൽ ഹെഡാവണം, പിന്നെ ഇതാവണം, അങ്ങനെ മേലോട്ട് അല്ലെങ്കിൽ ഡയറക്ടറാവണം. അങ്ങനെയാണ് മനുഷ്യന്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. എന്തിനായി ഓട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പോൾ ഇത് നമ്മളെ എവിടെ എത്തിക്കുന്നു, നമ്മളുടെ ഉള്ളിൽ സന്തോഷം തരുന്നുണ്ടോ എന്ന് ആൾക്കാർ തിരിഞ്ഞ് നോക്കുന്നില്ല. വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, വലിയ ഡിഗ്രികൾ ഉണ്ടായിട്ടുണ്ടാവും, വലിയ കോൺഫറൻസിലൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പ് പറയുന്നുണ്ടായിരുന്നു, അവരുടെ മുഖത്ത് ചിരി ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, വലിയ ബഹുമാനമൊക്കെ ഉണ്ടാവും. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് നമുക്കൊരു വിഷമമാണ് തോന്നുക. കാരണം ഒന്നും ഉണ്ടാവില്ല അവരുടെ ഉള്ളിൽ. ഒരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വേറൊരാളുടെ അടുത്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ സേവനത്തിന് തന്നെ ഇറങ്ങണം എന്നാണ്. ഇന്നും അതിന് ധാരാളം സാഹചര്യമുണ്ട്. ആൾക്കാർ അന്നത്തെക്കാളും കൂടുതലുണ്ട് സേവനത്തിന് ഇറങ്ങാൻ. അത് ലോകത്തെ നന്നാക്കാനല്ല, നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് രാമൻ സാറ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കും, കുട്ടിക്കാലത്ത് എന്നെ എഴുതാൻ പഠിപ്പിച്ച ടീച്ചർ മുതൽ എന്നെ MBBS പഠിപ്പിച്ച പ്രൊഫസർ വരെ എല്ലാവരും തന്നിട്ടുള്ള ആ ഇതാണല്ലോ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതല്ല. അത് എൻ്റെ ഒന്നും അല്ലല്ലോ, സ്വന്തമല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കണം, ഒന്നും പ്രതീക്ഷിക്കാതെ. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. ഇപ്പോൾ എല്ലാവരും തിരക്കാണ്, ഇതാണ് അതാണ് എന്നൊക്കെ പറയും. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് കുറച്ച് സമയം
മാറ്റി വയ്ക്കാൻ സാധിക്കും. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. ഞാൻ ഇന്നത് ഒരു ദിവസം, മാസത്തിലൊരു ദിവസം, എങ്കിൽ ആഴ്ചയിലൊരു ദിവസം ഇതിന് വേണ്ടി, അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കും എന്ന് നമ്മളൊരു സങ്കല്പം വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അത് ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ഞങ്ങൾ ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ അമൃത മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പറയും, ഫസ്റ്റ് ഇയർ കയറി വരുന്ന കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ ജീവിതത്തിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഉടനെ അവർ പറയും, ഞാൻ സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയുക. സേവനം ചെയ്തിട്ട് അവരൊക്കെ കാർഡിയോളജിസ്റ്റ് ആവണം എന്ന് പറയുക. എല്ലാവർക്കും ഹാർട്ടിൻ്റെ ഡോക്ടർ ആവണം, എന്നിട്ട് സേവനം ചെയ്യണമെന്ന്. ഇതിലിപ്പോൾ വളർന്ന് വന്നു കഴിഞ്ഞാൽ സാർ അന്നേരം തന്നെ ചോദിക്കും കേട്ടോ, കാർഡിയോളജി ഹാർട്ട് മാത്രമല്ല ശരീരത്തിൽ വേറെ കുറേ അവയവങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെ അവർ വളർന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാർഡിയോളജിസ്റ്റ് ആവാൻ സാധിക്കില്ല, ആവില്ല. സേവനത്തിന് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവമായിട്ട് ചിലർ ഇറങ്ങും. അപ്പോൾ അത് സമൂഹത്തിൻ്റെ ഒരു നഷ്ടമാണ്. അത് നമ്മളത് ചെയ്യില്ല എന്ന്. അത് ഡോക്ടർമാർ മാത്രമല്ല, ഏത് വിഭാഗത്തിലായാലും എനിക്ക് തോന്നുന്നത് കുറച്ച് സമയം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മനസ്സിൽ കരുണ ഉണ്ടായിരിക്കുക. വൈദ്യവിദ്യാർത്ഥിക്ക് പ്രഥമമായിട്ട് വേണ്ടത് മനസ്സിലൊരു കരുണയാണ്. കരുണയുള്ളൊരു നല്ലൊരു മനുഷ്യന് മാത്രമേ ഒരു നല്ല ഡോക്ടറാവാൻ സാധിക്കുള്ളൂ. ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഒരു പാതയിൽ സഞ്ചരിക്കുന്നവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. എങ്കിലും ഇത്രയും ഈ ഒരു വനവാസ സമൂഹത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു, ഇനിയും എന്താണ് കൂടുതൽ ചെയ്യാൻ മനസ്സിൽ അവശേഷിക്കുന്നത്? അങ്ങനെ പറയണമെങ്കിൽ അവർക്ക് ആത്മീയ ഉയർച്ച വേണം. കാരണം ഇപ്പോൾ അവരുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുക മദ്യപാനത്തിൽ. അപ്പം പണ്ട് കാലം ഇവിടെ വരുമ്പം, നമ്മളിവിടെ വരുന്ന കാലത്ത് പറയുന്നൊരു കാര്യമായിരുന്നു, ആദിവാസി ഭാര്യയെ തല്ലില്ല, ആദിവാസി ആത്മഹത്യ ചെയ്യില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇത് രണ്ടും ഇപ്പം നല്ലോണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ അവരുടെ ആത്മവിശ്വാസം, പിന്നെ അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതെല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം പുരുഷന്മാരില്ലാത്ത ഏരിയ ഉണ്ട്, എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. മദ്യം കഴിച്ചിട്ട് ആത്മഹത്യ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പം അവരുടെ ആ സ്ട്രെങ്ത് പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരുടെ ഇന്നർ സ്ട്രെങ്ത്, അവരുടെ സംസ്കാരത്തിൽ ഊന്നി എന്നുള്ളത് അവർ മാറി നമ്മളെ അനുകരിക്കും. പൊതുസമൂഹത്തെ നമ്മൾ ഇംഗ്ലീഷുകാർ അനുകരിക്കുന്ന പോലെ അവർ പൊതുസമൂഹത്തെ അനുകരിക്കും. ആ അനുകരണം അവരുടെ തനതായ വ്യക്തിത്വവും ആത്മവിശ്വാസവും ആ വേരിലുള്ള ഉറപ്പെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ മതപരിവർത്തനം നടക്കുന്നുണ്ട്. ഈ മദ്യപാനം അവരെ നശിപ്പിക്കുന്നത് കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് ഈ ചെറിയ പ്രായമുള്ളവർ വരെ ആത്മഹത്യ ചെയ്യുന്ന ഈ കുടിക്കുന്ന സാധനം അത്ര വിഷമാണെന്ന് തോന്നുന്നത്. കാരണം അത് കഴിഞ്ഞാൽ വയലൻ്റ് ആവണം അല്ലാതെ. ഇപ്പോൾ ആദിവാസി ഭാര്യയെ തല്ലില്ല എന്നുള്ളതൊക്കെ മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി ഇനി അവരുടെ അറ്റുപോകുന്ന വേരിനെ പിടിച്ചു നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വേരറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ വൃക്ഷം വളരില്ലല്ലോ. അതൊരു പ്രതിസന്ധിയാണ്. അവർ സാമൂഹികമായിട്ട് ഓരോ വ്യക്തികളിലും പൊതു സമൂഹത്തിൽ നമുക്കത് കാണാനുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ രോഗികളെ കൊണ്ടുവരുന്ന കുറേ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാകും കൂടെ. അപ്പോൾ ഞങ്ങളും പഠിക്കുന്ന കാലത്ത് ഒരാളെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുകഴിഞ്ഞാൽ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറുടെ പ്രധാന പരിപാടി ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പുറത്ത് നിർത്തുന്നില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ വരുന്ന ആൾക്കാർ പറയുന്നത് കൂടെ വരാൻ ആളില്ല, എന്തുകൊണ്ട് ചികിത്സിക്കാൻ വന്നില്ല, എന്തുകൊണ്ട് എക്സ്റേ എടുക്കാൻ പോയില്ല എന്ന് ചോദിച്ചാൽ കൂടെ വരാൻ ആളില്ല. അപ്പോൾ ആ കൂട്ടായ്മയിൽ നിന്ന് ഒറ്റപ്പെടലിലേക്ക് മാറുകയാണ് മനുഷ്യർ. അത് പൊതുസമൂഹത്തിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് അത്ര അറിയില്ല. കാരണം ഇവരുടെ ഇടയിൽ, പക്ഷേ ഇവരുടെ ഇടയിൽ അതിപ്പോൾ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഭാവി എന്തൊക്കെ വേണം എന്ന് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാവും, സങ്കല്പങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ അവരുടെ ആ സംസ്കാരം നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് എപ്പോഴും ഒരു ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിൽ. ഇപ്പോൾ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് അവർ പറയുക, ഇവരിപ്പോഴും ഈ വനവാസി സമൂഹം അവർ വേറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് പാടില്ല, അവരെ നമുക്ക് നമ്മളുടെ കൂട്ടത്തിലാക്കണം. അപ്പോൾ ഞങ്ങളെപ്പോഴും ചിന്തിക്കും, കൂട്ടത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ അവരിപ്പോൾ വേറിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഞങ്ങളിവിടെ പൊൻകുഴി ആ ഭാഗത്ത് പോയ സമയത്ത് അവിടെ 2 കോളനി ഉണ്ടായിരുന്നു. ഒന്ന് കോളനി എന്നാണ് പറയുക. ഒരു കാട്ടുനായക്ക കോളനിയും ഒരു പണിയ കോളനി ഉണ്ടായിരുന്നു. റോഡിൻ്റെ 2 വശത്താണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ആലോചിക്കും, ഈ പണിയ കോളനി
അവരുടെ ഒരു സംസ്കാരം, അവരുടെ ഒരു ഭാഷ ഒന്ന്. റോഡിൻ്റെ തൊട്ടപ്പുറത്ത് കാട്ടുനായക്ക കോളനി, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ രീതികൾ വേറെ. അപ്പോൾ രണ്ടുപേരും അവരുടെ വ്യക്തിത്വം നിലനിർത്തിയിട്ട് തൊട്ടടുത്ത് സഹവസിച്ചു. ആ ഒരു കൂട്ടായ്മയിൽ കൂടെ അവർ സഹവസിച്ചു. അപ്പോൾ നമ്മളത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മളെ പോലെ ആയി തീർത്തു. അവരുടെ ഭാഷ പോയി, സംസ്കാരം പോയി, എല്ലാം പോയി. അപ്പോൾ അത് എത്ര നമുക്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളത് എപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഒരു കാര്യം ഞങ്ങൾക്ക് ഏറ്റവും വിഷമം തോന്നാറുള്ളതും അജിത ഡോക്ടർ പറയാൻ വിട്ടുപോയതാണ്. കാരണം അവരുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയോ സ്ത്രീകൾ കുട്ടികളെ ഇല്ലാതെ അവർക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ വേണ്ട രീതിയിലുള്ള സഹായം അവർക്ക് കിട്ടുന്നില്ല. കാരണം അത് വേണ്ടി വന്നാൽ തന്നെ എവിടെയെങ്കിലും പോകണം, പിന്നെ ചികിത്സ പറയും, പിന്നെ അതിനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എപ്പോഴും ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങൾ ആൾക്കാരോട് ചോദിക്കുകയും ചെയ്യും. ഈ ഫണ്ടൊക്കെ തരുന്ന ആൾക്കാരോട് ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളോട് ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ വല്ലതും പറഞ്ഞു തരാം, കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സഹായവും കിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് വലിയൊരു സങ്കടമാണ് ശരിക്കും. കാരണം ആ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സഹായം കിട്ടിയാൽ ചിലപ്പോൾ അവർക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും. ചെറുത് ഒരു ഗൈനക്കോളജിസ്റ്റ് വന്ന് ചെറിയ ഗുളികകളും ചെറിയ പരിശോധനയും വലിയ ചിലവില്ലാതെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ തന്നെ നമ്മൾ IVF വരെ ഒന്നും പോണ്ടി വരില്ല. ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ സാധിക്കും. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിൽ പറയല്ല, ഇവിടെ വരുന്ന ആളുകളെ കണ്ടിട്ടുള്ള ഒബ്സർവേഷൻ എല്ലാവരും പറയുന്നത് യുവതലമുറയിൽ കുട്ടികളില്ലാത്തൊരു ധാരാളം ഉണ്ടാകും. ഇവിടെ ആദിവാസി ഈ വനവാസി സമൂഹമായിട്ട് ഇടപഴകിയ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ ജനസംഖ്യ ശരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ ഇടയിലുള്ള മദ്യപാനത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലൊരു ഇതാണ്. ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം കുറച്ച് പേരൊക്കെ ഇവിടെ വരും, ഞങ്ങൾ ഗുളികയൊക്കെ കൊടുത്ത് ചെറിയ മാറ്റം. പക്ഷേ വ്യാപകമായിട്ടുള്ളതിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയാണ്. കാരണം അവർ നശിച്ചു പോകുന്നത് അതുകൊണ്ട് ഒരു സമൂഹം തന്നെ ഇല്ലാതായി പോകും. അങ്ങനെ നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ സന്തോഷമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ചെയ്യുക. പിന്നെ കഴിയുന്നത്ര കാലം ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് സന്തോഷമായിരിക്കും. കാരണം അത്ര സാധിച്ചല്ലോ എന്നുള്ളത്. പിന്നെ അവരുടെ ഇടയിലുള്ള അറിവുകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം അവർക്ക് കാട്ടിലെ ചെടികൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളെക്കാളും അറിവുണ്ട്. ഔഷധ സസ്യങ്ങൾ ഏതാണ്, അല്ലാത്തത് ഏതാണ്, ഓരോന്നിൻ്റെ ഉപയോഗം എങ്ങനെ, അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ അമ്മൂമ്മയ്ക്കൊക്കെ അറിയായിരുന്നു, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ എന്തേ നിങ്ങൾ പഠിക്കാത്തത് ചോദിച്ചാൽ അവർ ചിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ അറിവ് തന്നെ നഷ്ടപ്പെട്ടു പോകുക. ആ പരമ്പരാഗതമായിട്ട് തന്നെ കുറേ അറിവുകളുണ്ടാവില്ല, പ്രകൃതിയായിട്ട് ഇടപഴകിയിട്ടുള്ള അറിവുകൾ, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുക വാസ്തവത്തിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ പുനഃസ്ഥാപിക്കുന്നു ചോദിച്ചാൽ അറിയില്ല. എന്തായാലും വയനാടുകാർ ചിന്തിക്കുന്നത് പോലെ 20 വർഷം മുൻപേ വന്ന യുവ ഡോക്ടർമാർ എന്നും യുവാക്കളായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.